എല്ലാവർക്കും നമസ്കാരം. പാപസാമ്യം എന്ന് പറയുന്നത് വിവാഹപ്പൊരുത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊരുത്തമാണ്. വിവാഹപ്പൊരുത്തം നോക്കുന്നതിൽ നക്ഷത്രപ്പൊരുത്തം ഉണ്ട്, പിന്നെ പാപസാമ്യം ഉണ്ട്, ദശാസന്ധി ദോഷം ഉണ്ട്, പിന്നെ പൊതുവായ ചില കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് നക്ഷത്രപ്പൊരുത്തം തന്നെയാണ് ആദ്യം നോക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന 3, 5, 7 നാളുകൾ, അതുപോലെ ഷഷ്ടാഷ്ടമം എന്ന് വരുന്ന 6-ാം കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് 5 മുതൽ മുകളിലേക്ക് പൊരുത്തം വരുന്ന നക്ഷത്രങ്ങൾ എടുക്കാറുണ്ട്. ആ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം കൃത്യപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. ഓരോ നാളുകൾ തമ്മിൽ സ്ത്രീ നക്ഷത്രത്തിൽ നിന്ന് പുരുഷ നക്ഷത്രത്തിലേക്കാണ് നോക്കുന്നത്. ഓരോ നക്ഷത്രത്തിനും ഇങ്ങനെ എത്ര പൊരുത്തമുണ്ട് എന്നിങ്ങനെ അത് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്, ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ പാപസാമ്യ ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നല്ല. പാപസാമ്യം പാപത്തെ സാമ്യപ്പെടുത്തുന്നതാണ്. അതായത് പാപഗ്രഹങ്ങൾ സ്ത്രീ ജാതകത്തിന് വിവാഹസ്ഥാനങ്ങളിൽ വരുന്നു, അതേപോലെ പുരുഷ ജാതകത്തിലും വരണം. അപ്പോഴാണ് പാപസാമ്യം ഉണ്ടാകുന്നത്. പുരുഷ ജാതകത്തിൽ കുറച്ച് പാപം കൂടുതലായിരിക്കണം സ്ത്രീയുടെ ജാതകത്തിലുള്ളതിനേക്കാൾ. ഇങ്ങനെ വരുന്നതിനാണ് പാപസാമ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടെത്തുന്നതും നിശ്ചയിക്കുന്നതിനും ഉള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് മുൻകൂട്ടി അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അത് നോക്കുന്നയാളിൻ്റെ യുക്തിയും അറിവും ശാസ്ത്രജ്ഞാനവും എല്ലാം ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പാപസാമ്യ ചിന്ത ഒരു സോഫ്റ്റ്വെയറിന് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ പല ആൾക്കാർ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് വരാം പലരും. പക്ഷേ അത് നിശ്ചിതമായിട്ട് നോക്കി ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പം നക്ഷത്രപ്പൊരുത്തത്തിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ തന്നെയും പാപസാമ്യം കൃത്യമാണെങ്കിൽ ആ ദമ്പതികൾ മറ്റ് കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിക്കാം. അപ്പം അതിൽ പാപസാമ്യത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ദശാസന്ധി ദോഷം എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് സ്ത്രീ പുരുഷന്മാർക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു 50 വയസ്സിനൊക്കെ മുൻപേ വരുന്ന ഒരു സമയത്ത് ഒരേപോലെ ഒരേ സമയത്ത് ഒരേ വർഷത്തിൽ ഒരു 6 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് ഏതെങ്കിലും ദശകൾ ഒരുമിച്ച് തീരുകയും മറ്റൊരു ദശ തുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതാണ് ദശാസന്ധി ദോഷം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ആ ജാതകങ്ങൾ തമ്മിൽ ചേർപ്പിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പാപസാമ്യത്തിനാണ് പ്രാധാന്യം പറയുന്നത്. അപ്പോൾ അത് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ ഉള്ള അറിവുള്ള ആചാര്യന്മാരെ കണ്ട് അവരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. നക്ഷത്രപ്പൊരുത്തം ഉണ്ട് എന്ന് കരുതി വിവാഹം നടത്താൻ സാധിക്കുന്നതല്ല. അതിന് ഒരുപാട് വലിയ പ്രാധാന്യമില്ല. അതുപോലെ ദശാസന്ധി ദോഷം എന്ന് പറയുന്നതും 50 വയസ്സിന് മുകളിലാണ് വരുന്നതെങ്കിൽ അതും പരിഗണിക്കേണ്ടതില്ല. പക്ഷേ പാപസാമ്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തന്നെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടതും. എല്ലാവരെയും